ശ്ലോകം 2. 64 ദിവസം ഇവിടെ ഗുരുകുലത്തിൽ കഴിഞ്ഞു. കംസനെ കൊന്ന് അവിടുന്ന് വരാൻ കുറച്ച് ദിവസമായിട്ടുണ്ടാവാം. അവർ 2-3 മാസം പായി കഴിഞ്ഞു. ഭഗവാന് ആ ഗോപികളോട്, ആ ഗോപികളുടെ മനസ്സിനെക്കുറിച്ച് നല്ലവണ്ണം അറിയാം. സ്മൃത്വാ സ്മൃത്വാ പശുവസുദൃശ, സുദൃശ നല്ല കണ്ണുകളോടുകൂടിയവർ, സുന്ദരിമാർ. ആ ഗോപസുന്ദരിമാരെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ട് അവരെങ്ങനെയുണ്ട്? പ്രേമഭാര പ്രണുന്യാഹ, എന്തെന്നില്ലാത്ത പ്രേമാധിക്യത്താൽ പരവശകളാണ് അവരെല്ലാവരും. ആ ഗോപസുന്ദരിമാരെ സ്മൃത്വാ സ്മൃത്വാ ഇടപെടാതെ ആലോചിച്ചു കൊണ്ടിരുന്നു എന്നർത്ഥം. കാരുണ്യേന, എല്ലാവരിലും കാരുണ്യം ചൊരിയുന്നവനാണ് ഈ ഭഗവാൻ. പ്രത്യേകിച്ച് ഈ ഗോപസുന്ദരികളെല്ലാം ദേവന്മാരാണ്. അവർ ചെയ്തതായ ഭാഗ്യം കൊണ്ടാണ് അവർക്ക് വൃന്ദാവനത്തിൽ ഭഗവാന്റെ കൂടെ ഇങ്ങനെ കഴിയാനെല്ലാം സാധിച്ചത്. അപ്പം അവരിലുള്ളതായ കാരുണ്യം അവരെ അനുഗ്രഹിക്കണം. ത്വമപി വിവശഃ, ഭഗവാനും പരവശനായി. എന്താ ചെയ്യേണ്ടത്? ഇപ്പം അങ്ങോട്ട് പോയാൽ ശരിയാവില്ല, അതാണ്. അവർ പിന്നെ വിടില്ല. എന്ന് മാത്രമല്ല അവരുടെ ദുഃഖം അധികവും. ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ ആ ദുഃഖം ഒന്ന് ചുരുങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ താൻ പോകുന്നില്ല എന്ന് തീർച്ചയാക്കി. എന്നാൽ അവരെ അനുഗ്രഹിക്കാൻ വേണ്ടി അവർക്ക് അനുഗ്രഹവാക്യത്തിന് പറഞ്ഞയക്കണം. അതിന് ഏറ്റവും പറ്റിയ ആളാണ് ഉദ്ധവൻ. ഭഗവാന്റെ പിതാവ് വസുദേവരുടെ സഹോദരൻ്റെ പുത്രനാണ് ഉദ്ധവൻ. ബൃഹസ്പതിയിൽ നിന്നാണ് ഈ ശാസ്ത്രമെല്ലാം പഠിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ഉദ്ധവരെ പ്രാഹിണോരുദ്ധവം തം, ആ ഉദ്ധവരെ ഈ ഗോപികളുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു, ഒരു സന്ദേശം കൊടുത്തയച്ചു. എങ്ങനെയാണ് അവർ മനസ്സിനെ നിയന്ത്രിക്കേണ്ടത് എന്ന് ഉദ്ധവരോട് പറഞ്ഞു. ഉദ്ധവരെ കുറച്ച് അവിടെ നിങ്ങൾ താമസിച്ച് അവരുടെ മനസ്സൊക്കെ നല്ലവണ്ണം അറിഞ്ഞ് നിങ്ങൾ ഈ സന്ദേശം അവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. അതിലുപരിയായി ഈ ഗോപികളുടെ ഭക്തി ഉദ്ധവർ കാണട്ടെ. കിഞ്ച അമുഷ്മയി പരമസുഹൃദൈ, ഈ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടവനായ സുഹൃത്ത്, ഭക്തവര്യായ, ഭക്തന്മാരിൽ വെച്ച് ശ്രേഷ്ഠൻ. ചെറുപ്പത്തിൽ കൃഷ്ണൻ്റെ വിഗ്രഹം വെച്ച് 2 വയസ്സായിരിക്കുമ്പോൾ ഇങ്ങനെ പൂജിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അമ്മ ആഹാരം കഴിക്കാൻ വിളിക്കും, വരില്ല. ഞാനൊന്ന് പൂജ കഴിഞ്ഞിട്ടേ വരൂ, ഭാഗവതം പറയും. ഭക്തവര്യായ താസാം ഭക്തി ഉദ്രേകം, അവരുടെ ആ വർദ്ധിച്ചതായ ഭക്തി, ഗോപികളുടെ വർദ്ധിച്ചതായ ഭക്തി എങ്ങനെയുള്ളതാണ്? സകല ഭുവനേ ദുർലഭം, ഈ പ്രപഞ്ചത്തിൽ എവിടെയും അതുപോലെയുള്ളതായ ഭക്തി കാണില്ല. ആ ഭക്തി എൻ്റെ ഭക്തനായിരിക്കുന്ന ഈ ഉദ്ധവർ കണ്ട് മനസ്സിലാക്കട്ടെ. ദർശയുഷ്യൻ, അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഉദ്ധവം പ്രാഹിണോഹോ, ആ ഉദ്ധവനെ അയക്കുകയാണ്. ഉദ്ധവർക്ക് ദേവശ്രവസ് എന്നൊരു പേരുണ്ട്. സാധാരണ പറയാറില്ല. അച്ഛൻ്റെ പേര് ദേവഭാഗൻ എന്നാണ്. അതുകൊണ്ടാവാം ദേവ എന്നുള്ള പേര് വന്ന്. ദേവഭാഗൻ്റെ പുത്രൻ ദേവശ്രവസ്.
അപ്പോൾ ഭഗവാൻ പോകാതിരിക്കാൻ കാരണം ഭഗവാനെ പോയി കണ്ടു കഴിഞ്ഞാൽ അവരുടെ ദുഃഖം അധികരിക്കും. യശോദാദികളുടെയും അതുപോലെ തന്നെയാണ്. അതുകൊണ്ടാണ് ഭഗവാൻ അങ്ങോട്ട് പോകാഞ്ഞത്. ആദ്യകാലങ്ങളിൽ ഈ ഭാഗവതം തുടങ്ങിയപ്പോൾ ഞാൻ സംശയിച്ചിട്ടുള്ളതാണ്. ഇത്ര നിഷ്കരുണനാണോ കൃഷ്ണൻ? 11 വർഷക്കാലം തന്നെ പോറ്റി വളർത്തിയ ആ അമ്മി അച്ഛനെ ഒന്ന് കാണാൻ പോലെ ഒരു തവണ. ഇതാണ് കാരണം. താൻ പോയാൽ അവർക്ക് സന്തോഷമാവും, പക്ഷെ തിരിച്ചു വരുമ്പോൾ അതിനേക്കാളും സങ്കടമാവും. ഇപ്പം അവരുടെ ആ സങ്കടമൊക്കെ ഒന്ന് അടങ്ങിയിരിക്കുകയാണ്. ഇനി ഉദ്ധവർ പോയി ഈ തത്വം പറയുമ്പോൾ നല്ലവണ്ണം ഭേദമാവും. അതാണ് അങ്ങോട്ട് പോകാഞ്ഞത്. ഇനി കുറച്ചൊക്കെ കഴിയുമ്പോൾ ബലരാമൻ തന്നെ ഒരിക്കൽ അങ്ങോട്ട് പോകും. കൃഷ്ണൻ ഇവരുണ്ട്, ഞാൻ വരുന്നില്ല, പോയില്ല. പിന്നെ സമന്തപഞ്ചകത്തിൽ വെച്ചിട്ട് എല്ലാവരെയും വിളിച്ചു. അവിടെ വെച്ചാണ് ഈ ഗോപികളെയൊക്കെ കണ്ടത്. അപ്പോഴേക്ക് വയസ്സൊരു 75 കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അവരുടെ ഭക്തിയെ നല്ലവണ്ണം മനസ്സിലാക്കിയ ആളാണ് കൃഷ്ണൻ. ഭക്തി ഉദ്രേകം, വർദ്ധിച്ചതായ ഭക്തി. എത്രയാണ് ആ ഭക്തിയെന്ന് അളക്കാൻ സാധിക്കില്ല. ആ ഭക്തി തൻ്റെ ഭക്തനായിരിക്കുന്ന ഉദ്ധവർക്കുണ്ടാകട്ടെ എന്നുള്ള ഉദ്ദേശം കൊണ്ടും താൻ പോയാൽ അവരുടെ ദുഃഖം അധികമാവുകയാണെന്ന് വിചാരിച്ചിട്ടും ഭഗവാൻ അങ്ങോട്ട് പോയില്ല. ശ്ലോകം 3. എപ്പോഴാണോ ഉദ്ധവർ ആ ഗോകുലത്തിലേക്ക് കടന്നത്? എങ്ങനെയുള്ള ഗോകുലമാണ്? ത്വന്മാഹാത്മ്യ പ്രതിമപിശുനം. ഭഗവാന്റെ മാഹാത്മ്യം, ആ മാഹാത്മ്യത്തിൻ്റെ വിപുലത, പ്രതിമം വിപുലത, ആ വിപുലതയ്ക്ക് പിശുനം സൂചകമാണ്. ഭഗവാന്റെ മാഹാത്മ്യം അറിയണോ? ഗോകുലം നോക്കിയാൽ മതി എന്ന് പറയും. അതാണ്, വേറെ എവിടെയും നോക്കണ്ട. ആ 10-15 വർഷം അവിടെ ഉണ്ടായിരുന്നുകൊണ്ട് ആ ഗോകുലം എന്തൊന്നില്ലാത്ത അഭിവൃദ്ധിയെ പ്രാപിച്ചു. ത്വന്മാഹാത്മ്യ പ്രതിമപിശുനം. ആ ഭഗവാന്റെ മാഹാത്മ്യത്തിൻ്റെ ആ വിപുലത വിളിച്ചോതുന്ന സൂചകമായിട്ടുള്ളതായ ആ ഗോകുലം പ്രാപ്യ സായം, വൈകുന്നേര സമയത്താണ് അവിടെ എത്തിയത്. നേരെ നന്ദഗോപരുടെ അടുത്തേക്ക് പോയി. കൃഷ്ണൻ തന്നെയാണോ വരുന്നത് എന്നവരാദ്യം വിചാരിച്ചു. വേഷങ്ങളൊക്കെ കൃഷ്ണനെ പോലെ തന്നെയാണ്. പക്ഷെ പിന്നെ മനസ്സിലായി കൃഷ്ണൻ്റെ സുഹൃത്താണ്. അവർ കരയാൻ തുടങ്ങി. ഉണ്ണി ഞങ്ങളെ ഓർമ്മിക്കുന്നുണ്ടോ? എപ്പോഴും നിങ്ങളെ പറയാറുണ്ട്, നിങ്ങളുടെ കാര്യം പറയാറുണ്ട്. ത്വദ്വാർത്താഭിഹി, ഭഗവാനെക്കുറിച്ചുള്ളതായ വാർത്ത. ഭഗവാൻ നന്ദഗോപരെയും യശോദയെയും ഗോപിമാരെയും എല്ലാം കുറിച്ച് പറയുന്ന ആ വാർത്ത. ബഹുസരമയാമാസ, ധാരാളം പറഞ്ഞു, ധാരാളം അവരോട് പറഞ്ഞു, രാത്രി മുഴുവൻ പറഞ്ഞു. അങ്ങനെ ആ നന്ദഗോപരെയും യശോദയും രമയാമാസ, രമിപ്പിച്ചു, ആനന്ദിപ്പിച്ചു. നന്ദം യശോദാം, യശോദ ഒന്നും മിണ്ടാതെ കണ്ട് കണ്ണുനീർ ചൊരിഞ്ഞുകൊണ്ടങ്ങനെ നിൽക്കുകയാണ്. ഒരു വാക്ക് പോലും പറയുന്നില്ല. ഭാഗവതം പറയുന്നു, നന്ദഗോപരാണ് ഇടയ്ക്ക് എന്തെങ്കിലും പറയുന്നത്. ആദ്യം അങ്ങനെ അച്ഛനെയും അമ്മയെയും സാന്ത്വനിപ്പിച്ചു. ആഹാരമെല്ലാം കഴിച്ച് കിടന്നു. പ്രാതർദൃഷ്ട്വാ മണിമയരഥം, ഗോപികൾ രാവിലെ എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് പണ്ടത്തെ ആ രഥം കാണുന്നോടെ
ഇതെവിടുന്ന് വന്നു? ശങ്കിതാഹ പങ്കജാക്ഷ്യ, ആ സുന്ദരികൾ ശങ്കിച്ചു. കൃഷ്ണൻ വന്നു. ഏയ്, കൃഷ്ണനല്ല, ആ അക്രൂരൻ തന്നെയായിരിക്കും വന്നിരിക്കുന്നത്. ശ്രുത്വാ പ്രാപ്തം ഭവതനുചരം, ഭഗവാന്റെ അനുചരനായിരിക്കുന്ന സ്നേഹിതനായിരിക്കുന്ന ഒരാളാണ് വന്നിരിക്കുന്നതെന്ന് ശ്രുത്വാ കേട്ടിട്ട്, ത്യക്തകാര്യ സമീയുഹു, എന്തെല്ലാം അവർക്ക് ചെയ്യാനുണ്ടോ. രാവിലെ എണീച്ച ഉടനെയാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ വീട്ടിലൊരു കാര്യമായിട്ടില്ല, അന്നൊന്നും ചെയ്തില്ല. എല്ലാവരും കൂടി തീർച്ചയാക്കി എല്ലാ ദിവസവും പഠിച്ചു തുടങ്ങണം, അത് വേണ്ട. അങ്ങനെ എല്ലാവരും കൂടി നന്ദഗോപരുടെ ഗൃഹത്തിലേക്ക് വരുന്നു. ത്യക്തകാര്യാഹ, എന്തൊക്കെ ചെയ്യാനുണ്ടോ അതിനെല്ലാം ത്യജിച്ച് സമീയുഹു, വേഗത്തിൽ എല്ലാവരും ആ നന്ദഗോപരുടെ ഗൃഹത്തിലേക്ക് എത്തി. എന്തുകൊണ്ട്? അവർക്ക് ഭഗവാനോ അല്ലെങ്കിൽ ഭഗവാന്റെ സുഹൃത്തുക്കളോ വരുന്നത് ഒരു ഉത്സവമാണ്, അതാണ്. അതുകൊണ്ടാണോ ഉദ്ധവരെ തന്നെ അയച്ചത്? ഉദ്ധവൻ എന്ന് പറയുന്നതിന് ഉത്സവം എന്നർത്ഥമുണ്ട്. അപ്പോൾ ഉത്സവമാണോ ഇപ്പോൾ ഈ ഗോകുലത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് എന്ന് ഒരു തോന്നൽ. അവരുമൊക്കെ സംസ്കൃതമെല്ലാം അറിയുന്ന ആൾക്കാരാണ്, ഓർമ്മ വേണം. എല്ലാം ജ്ഞാനമുള്ളവരാണ്, ദേവന്മാരാണ്, ഓർമ്മ വേണം. തൽക്കാലം മൂടി വെച്ചിരിക്കുകയാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ വിധത്തിൽ ഒരു ഉത്സവമാണോ എന്ന് തോന്നുമാറ്, ഉത്സവം തന്നെ ഒരു വേഷമെടുത്ത് മൂർത്തിയെടുത്ത് വന്നതാണോ എന്ന വിധത്തിൽ അവർ ശങ്കിച്ചു.